ചേർത്തലയിലെ സ്ത്രീകളുടെ കൊലപാതകത്തിലും തിരോധാനത്തിലും ദുരൂഹത ഉയർത്തുന്ന കൂടുതൽ സ്ഥലങ്ങളുള്ളതായി കണ്ടെത്തൽ. പ്രതി സെബാസ്റ്റ്യൻ സ്ഥിരമായി വന്നുപോയിരുന്ന വേളൂർവട്ടത്തെ ഭൂമിയും സംശയ നിഴലിലാണ്. ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരെ കാണാതായ കാലഘട്ടങ്ങളിൽ ഈ സ്ഥലം ദീർഘകാലം സെബാസ്റ്റ്യൻ കൈവശം വെച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. റോസമ്മയുടെ പുരയിടത്തിലേതിന് സമാനമായി JCB ഉപയോഗിച്ച് ഭൂമി കുഴിക്കൽ ഉൾപ്പെടെ സെബാസ്റ്റ്യൻ ഇവിടെ നടത്തിയിട്ടുള്ളതായി ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിലും സ്ഥിരീകരിച്ചു. ബിന്ദു പത്മനാഭൻ, ഐഷ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയെന്ന് കണ്ടെത്താനാവാതെ അന്വേഷണ സംഘം കുഴയുകയാണ്. അതിനിടയിലാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട പുതിയ ദുരൂഹതകൾ നിറഞ്ഞ ഇടങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്റെ സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പുരയിടമാണ്. അത് വർഷങ്ങളായി സെബാസ്റ്റ്യൻ തന്റേതെന്ന പേരിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു. 2017 ബിന്ദു പത്മനാഭന്റെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതായത് 2006 മുതൽ 2017 വരെയുള്ള കാലയളവിൽ 2013 ഐഷയും കാണാതാവുന്നു. ഈ കാലയളവിൽ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചു എന്ന് നാട്ടുകാർ കൂടി സ്ഥിരീകരിക്കുന്ന, അയാൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നാട്ടുകാർ കൂടി നമ്മളോട് സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. വേളൂർവട്ടം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ ഭൂമി സെബാസ്റ്റ്യൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാളുടെ സ്ഥിര സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പരിസരവാസിയായ വീട്ടമ്മ നമ്മളോട് സ്ഥിരീകരിച്ചു. റോസമ്മയുടെ പുരയിടത്തിൽ കൈകാര്യം ചെയ്തതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ഈ പുരയിടത്തിലും JCB ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണ്ണ് നീക്കം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ പുരയിടത്തിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീടും ഒപ്പം തന്നെ അതിലെ ആ ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങളും എല്ലാം ഉപയോഗിച്ചിരുന്നത് കൊണ്ടുപോയിരുന്നത് സെബാസ്റ്റ്യനാണ്. മാത്രമല്ല, അവിടെ കുഴികൾ എടുത്തിരുന്നു. ഒപ്പം തന്നെ മണ്ണ് അയാൾ ആ പരിസരത്തുള്ള താല്പര്യക്കാർക്ക് അയാൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ നിരവധി ദുരൂഹതകൾ ആ കോമ്പൗണ്ടിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് പരിസരവാസികളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ പ്രോപ്പർട്ടിയാ വീടില്ലല്ലോ ഇപ്പൊ വിളിച്ചാ ചെറിയ വീടില്ല, അതൊന്നും അല്ല ചേട്ടാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇയാളെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ആയിരുന്നു അത്? അല്ലല്ല, പിന്നെ ഇയാൾ ഇത്ര അധികാരം വളരെ സ്വന്തം ബന്ധുവാണെന്ന് പറഞ്ഞാൽ വരുന്നത്. അത് വിൽക്കാനായിട്ട് ഇവിടെ പലരും ജമി ചോദിച്ചാൽ കൊടുക്കുന്നില്ലെന്നോ. ഇവിടെ വന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ വീട് വെള്ളിയാളത്താണ്, അമേരിക്കയിലെ മറ്റേ. അപ്പൊ അത് അവർ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഈ കേസിൽ ഏറ്റവും, അതായത് ജൈനമ തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായ മൊഴി നൽകിയത് ഓട്ടോ ഡ്രൈവറായ മനോജാണ്. മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് ഈ പ്രോപ്പർട്ടി സെബാസ്റ്റ്യൻ്റെതാണ് എന്ന് പറഞ്ഞാണ് നമ്മളെ ഈ പ്രോപ്പർട്ടി കാണിച്ചു തരുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്ത് മത്സ്യവില്പന നടത്തുന്ന സ്ത്രീ ഉൾപ്പെടെ അവരുൾപ്പെടെ പറയുന്നത് സെബാസ്റ്റ്യൻ ഒരുപാട് നാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ ഈ കോമ്പൗണ്ടിൽ ഒരു ദുരൂഹത നിറഞ്ഞൊരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൽ അയാൾ കൃത്യമായി അയാളുടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അവർ നമ്മളോട് പറയുന്നു. നേരത്തെ ഇവിടെ വന്ന് ഇതൊക്കെ പോകുമായിരുന്നു. പുള്ളിയുടെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ പറയാം ഞങ്ങൾ സ്വന്തമാണ്, എന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നതൊക്കെ പറയുമായിരുന്നു. അല്ലാതെ ഇതിനകത്ത് അവരതിനകത്ത് അവരുടെ പേരിലാക്കി ആരും കാണത്തില്ല. ഈ സ്ത്രീകൾ എവിടെ പോയി? അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ പള്ളിപ്പുറത്തെ അതിബുദ്ധിമാനായ ക്രിമിനലായ സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീട്ടിൽ മാത്രമായിരിക്കില്ല മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ അത്രയധികം ആത്മവിശ്വാസം പുലർത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മറ്റിടങ്ങൾ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2006 കാലയളവ്, ബിന്ദുവിനെ കാണാതാവുന്ന 2006 കാലയളവ് മുതൽ ബിന്ദുവിന്റെ കാണാനില്ല എന്നുള്ള കേസും അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തുവെന്ന് ജനങ്ങൾ പുറത്തേക്കറിയുന്ന 2017 വരെയുള്ള കാലയളവിലും സെബാസ്റ്റ്യൻ ഈ വീട് തന്റേതായ എന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്.
ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.